വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വിവിധ സമൂഹങ്ങളിലേക്ക് അള്ളാഹു ദൂതന്മാരെ അയക്കുകയുണ്ടായി. 1,00,000-ൽ പരം പ്രവാചകന്മാർ ഭൂമിയിൽ വരികയും വ്യതിചലിച്ചു പോയ അതത് സമൂഹങ്ങളെ നന്മ കൽപ്പിച്ചും തിന്മ വിരോധിച്ചും ഏകദൈവാരാധനയിലേക്ക് അവർ ക്ഷണിച്ചു. ആ പ്രവാചക പരമ്പരയുടെ പരിസമാപ്തിയായിരുന്നു അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസഹ്യമായ ത്യാഗങ്ങൾ സഹിച്ച പ്രവാചക ജീവിതത്തിലെ 23 വർഷങ്ങൾ ആ അശാന്ത പരിശ്രമത്തിന്റെ പൂർണ്ണതയായിരുന്നു മക്ക വിജയം. ബഹുദൈവാരാധനയുടെ കൂത്തരങ്ങായിരുന്ന അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏകദൈവാരാധനയുടെ വെള്ളി വെളിച്ചം പകർന്നു നൽകിയ പ്രവാചകൻ എതിർശക്തികളെല്ലാം ആർത്തിരമ്പി വന്നെങ്കിലും മഞ്ഞുപോലെ നീങ്ങിപ്പോവുകയും ആ ദൗത്യം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. അറേബ്യ മുഴുവനും സത്യവിശ്വാസത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും നാടായി മാറി. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നുകിട്ടി. ജനങ്ങൾ കൂട്ടം കൂട്ടമായി മതത്തിൽ പ്രവേശിക്കുന്നത് പ്രവാചകൻ കാണുകയും ചെയ്തു. കഴിഞ്ഞുപോയ വിജയത്തെക്കുറിച്ചും വരാനിരിക്കുന്ന വിജയത്തെക്കുറിച്ചും കാലത്തിന് അതീതമായ വചനങ്ങളായി വിശുദ്ധ ഖുർആൻ നിലകൊള്ളുന്നു. ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമെന്ന നിലയിൽ മതങ്ങളിൽ ഇസ്ലാം അതിന്റെ ഉച്ചിയിൽ എത്തിച്ചേരുന്നതാണ്. പാശ്ചാത്യൻ നാടുകളിൽ അത്ഭുതകരമായ വളർച്ചയ്ക്ക് അത് സാക്ഷ്യം വഹിക്കും. അന്നുണ്ടാവുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ഇസ്ലാം അതിജീവിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം കെടുത്തി കളയാമെന്ന് അവർ ആഗ്രഹിച്ചു പോകുന്നു. അള്ളാഹു ആകട്ടെ തന്റെ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. സത്യനിഷേധികൾക്ക് അത് അനിഷ്ടകരമായാലും ശരി, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇസ്ലാം എത്തിച്ചേരുന്നതാണ്. രാവും പകലും എവിടെയെല്ലാം എത്തുന്നുവോ അവിടെയെല്ലാം ഇസ്ലാം എത്തിച്ചേരും. പട്ടണങ്ങളിലും നാട്ടിൻ പുറങ്ങളിലും കുഗ്രാമങ്ങളിലും വരെ ഈ സന്ദേശം എത്തിച്ചേരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അള്ളാഹു നിശ്ചയിച്ച സമയം വരെ ഇസ്ലാം അതിന്റെ സർവ്വപ്രതാപത്തിലും ഉയർച്ചയിലും നിലകൊള്ളും. ജനങ്ങൾ കൂട്ടം കൂട്ടമായി മതത്തിലേക്ക് പ്രവേശിക്കുന്നത് കാണുവാൻ സാധിക്കും. ആ നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞു പോയാൽ പിന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് ഇസ്ലാം തിരിച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്ലാം വളരെ അപരിചിതമായി കൊണ്ടാണ് മനുഷ്യരിലേക്ക് കടന്നു വന്നത്. അത് അപരിചിതമായി കൊണ്ട് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്യും. അന്ന് ജീവിച്ചിരിക്കുന്ന അപരിചിതരായ ആളുകൾക്ക് എല്ലാ മംഗളങ്ങളും ആശീർവാദങ്ങളും അവിടുന്ന് നേരുകയുണ്ടായി. കാലം അതിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നുപോകും. അതോടുകൂടി ലോകം അതിന്റെ അന്ത്യത്തിലേക്കും അടുക്കും. വഴിയോരങ്ങളിൽ മനുഷ്യർ വ്യഭിചരിക്കുന്നത് കാണാൻ സാധിക്കും. അന്നാ നീചവൃത്തി കാണുമ്പോൾ അല്പം മാറി നിന്ന് വ്യഭിചരിച്ചുകൂടെ എന്ന് പറയുന്നവരായിരിക്കും അക്കാലത്തെ ഏറ്റവും നല്ല മനുഷ്യർ. കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റങ്ങൾ സംഭവിക്കുകയും അറേബ്യൻ നാടുകൾ പച്ചപ്പിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. മദ്യത്തിന്റെയും ലഹരിയുടെയും ഉപയോഗം വിമർശിക്കപ്പെടാത്ത രീതിയിൽ സമൂഹത്തിൽ പ്രചാരം നേടും. ഉയരം കൂടിയ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നതിൽ അറബികൾ മാത്സര്യം കാണിക്കും. നർത്തകിമാരും സംഗീതവും എന്തെന്നില്ലാത്ത രീതിയിൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരും. ധാരാളം കൊലപാതകങ്ങൾ സംഭവിക്കും. മരിക്കുന്നവൻ അറിയില്ല താൻ എന്തിന്റെ പേരിലാണ് മരണപ്പെടുന്നതെന്ന്. കൊല്ലുന്നവൻ അറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊല്ലുന്നതെന്ന്. പരസ്പരം നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും സമൂഹത്തിൽ നിന്ന് അന്യമായി മാറും. അതുകാരണം പൂർവികർക്ക് കേട്ട് കേൾവി പോലുമില്ലാത്ത പകർച്ചവ്യാധികൾ കൊണ്ട് മനുഷ്യർ പരീക്ഷിക്കപ്പെടും. മനുഷ്യർ ശ്മശാനത്തിനരികിൽ ചെന്ന് ആഗ്രഹിച്ചു പോകും, അതിൽ കിടക്കുന്നയാൾ താനായിരുന്നുവെങ്കിൽ എന്ന്. അത്രത്തോളം വാസയോഗ്യമല്ലാത്ത രീതിയിൽ ഭൂമിയിൽ കുഴപ്പങ്ങളും ഫിത്നകളും വർദ്ധിക്കും. ഇതെല്ലാം അന്ത്യദിനത്തിന്റെ ചെറിയ അടയാളങ്ങളാണെങ്കിൽ വരാനിരിക്കുന്നത് വലിയ അടയാളങ്ങളാണ്. ഇമാം മഹദി കടന്നു വരുന്നത് മുതൽ ലോകം ഇന്നുവരെ കാണാത്ത ഘോര യുദ്ധങ്ങൾ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ തിരിച്ചു വരവ് മുതൽ ദജ്ജാലിന്റെ വധം നടക്കുന്ന സമയം, മനുഷ്യ സൃഷ്ടി മുതൽ അന്ത്യസമയം വരെയുള്ള കാലയളവിൽ മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണമായിരിക്കും ദജ്ജാലിന്റെ ആവിർഭാവം. തിരമാല കണക്കെ ആർത്തലച്ചു വരുന്ന യഅ്ജൂജ് മഅ്ജൂജ് എന്ന നാശകാരികൾ ഒന്നിനു പിറകെ ഒന്നായി ദുരിതങ്ങൾ കൊണ്ട് മനുഷ്യർ വീർപ്പുമുട്ടും.
ചരടിൽ കോർത്തിണക്കിയ മുത്തുകൾ ആ ചരട് പൊട്ടിയാൽ എപ്രകാരമാണോ അതിനേക്കാൾ വേഗതയിൽ ഓരോ അടയാളങ്ങൾ ഭൂമിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കും. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ഭൂകമ്പങ്ങൾ അതായിരിക്കും ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും ഉണ്ടാവുക. അതേ പ്രകൃതി ദുരന്തം അറേബ്യൻ മേഖലയിലും പിടികൂടും. അതിഭീകരമായ നാശനഷ്ടങ്ങൾക്ക് അന്ന് മനുഷ്യർ സാക്ഷ്യം വഹിക്കും. പിന്നീടതാ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്ന ഒരു പുക, മാനവരാശി നേരിടുന്ന വേദനാജനകമായ ഒരു പരീക്ഷണം, ജനങ്ങളോട് സംസാരിക്കുന്ന ദാബത്തുൽ അർള് എന്ന വലിയ മൃഗം. അത് ഭൂമിയിൽ സഞ്ചരിക്കാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല. യമനിൽ നിന്നും പുറപ്പെടുന്ന ഒരു വലിയ തീ അത് ഭൂമുഖത്ത് പടർന്ന് പിടിക്കുകയും മനുഷ്യരെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നയിക്കുകയും ചെയ്യും. ഇതെല്ലാം ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്നതാണ്. ഇതിനിടയിൽ പടിപടിയായി നല്ല മനുഷ്യരെല്ലാം മരണപ്പെട്ടു പോവുകയും ഏറ്റവും മോശപ്പെട്ട ആളുകൾ ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും അത്. നന്മ കൽപ്പിക്കുന്നവരോ നന്മയുടെ വക്താക്കളോ ആയി ആരെയും കാണുവാൻ സാധിക്കില്ല. അന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗം അവർ ബഹുദൈവാരാധനയിലേക്ക് മടങ്ങിപ്പോവുകയും അത് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് വരെ കടന്നു വരികയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്ത്രം അതിൻ്റെ നിറം മങ്ങി നശിച്ചു പോകുന്നത് പോലെ ഇസ്ലാം അതിൻ്റെ നിറം മങ്ങി നശിച്ചു പോകുന്നതാണ്. അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന അല്പം ചില ആളുകൾ പറയുമത്രേ, ഞങ്ങളുടെ പൂർവികർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉരുവിടുന്നതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും അത് പറയുന്നു. അതല്ലാതെ ഇസ്ലാം എന്തെന്നറിയാത്ത ഒരു കാലം, നോമ്പോ നമസ്കാരമോ എന്തെന്നറിയാത്ത ഒരു കാലം, ഇസ്ലാമികപരമായ എന്തെങ്കിലും ചര്യകളെക്കുറിച്ചോ മറ്റോ ഒരറിവുമില്ലാത്ത ഒരു കാലം, അജ്ഞതയുടെ കൂരിരുട്ടിലേക്ക് മനുഷ്യർ ആപ്പതിക്കുന്ന സമയം, അതും ഒരൽപ്പം കഴിഞ്ഞു പോയാൽ പ്രവാചകൻ പറഞ്ഞു, അല്ലാ അല്ലാ എന്ന് ഉച്ചരിക്കാൻ പോലും ഒരു മനുഷ്യനും ഉണ്ടാകില്ല. തിന്മകൾ കൊടികൊത്തി വാഴുന്ന അക്കാലത്ത് ഏറ്റവും മോശക്കാരായ ആളുകൾ മാത്രമായിരിക്കും ജീവിച്ചിരിപ്പുണ്ടാവുക. അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെ കഅബാലയത്തിന്റെ എല്ലാ പവിത്രതയും ലംഘിക്കുന്ന കാലം. ദുൽ സുവൈഖതേൻ എന്ന ഒരു എത്യോപ്യൻ ഭരണാധികാരി കഅബാലയത്തിനു നേരെ പുറപ്പെടുന്ന സമയം അവരുടെ സൈന്യം കഅബാലയത്തിൽ പ്രവേശിക്കുകയും അത് തകർത്ത് കളയുകയും ചെയ്യും. മുസ്ലിം ലോകത്തിന്റെ പുണ്യഗേഹം വെറും ഒരു ചരിത്രം മാത്രമായി മാറും. കഅബാലയം തകർക്കപ്പെടുമ്പോൾ അതിൻ്റെ പേരിൽ ദുഃഖിക്കുവാനോ ഒരിറ്റു കണ്ണീർ വീഴ്ത്തുവാൻ പോലും ഒരാളും ഉണ്ടാവില്ല. കാരണം വിശ്വാസിയായി ഭൂമുഖത്ത് ഒരാളും അന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല. മനുഷ്യവാസമില്ലാത്ത രീതിയിൽ മദീന കാലിയാക്കപ്പെടുകയും അവിടുത്തെ ഫലവർഗങ്ങൾ പക്ഷികളും മറ്റ് ജീവികളും മാത്രം ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ കടന്നുവരും. പരിപാലിക്കാൻ ആളില്ലാതെ മസ്ജിദുൻ നബവിയിൽ ചെന്നായ്ക്കളും മറ്റ് ജീവജാലങ്ങളും വിഹരിച്ചു നടക്കും. കഅബാലയം തകർക്കപ്പെടുന്നതോടെ ഭൂമിയുടെ വ്യവസ്ഥയാണ് താളം തെറ്റുന്നതെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതോടുകൂടി ആകാശത്തിന്റെ വ്യവസ്ഥയും തകിടം മറിയുന്നതാണ്. മനുഷ്യന്റെ എല്ലാ സംവിധാനങ്ങളും നിർമ്മിതികളും അത് സ്തംഭിച്ചു പോകുന്ന ദിവസം. ഇസ്ലാം അത് പൂർണ്ണമായും ക്ഷയിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മനുഷ്യർക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അതിന്റെ ദൗത്യം അവസാനിച്ചിരിക്കുന്നു. അതിനാൽ ഖുർആൻ അതിന്റെ വചനങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ളത് ഭൂമിയുടെ സമ്പൂർണ്ണ നാശമാണ്. ഭൂമി കീഴ്മേൽ മറിയുകയും അതൊരു പ്രകമ്പനം കൊള്ളുകയും ചെയ്യും. ഭൂമിക്ക് ഇതെന്ത് പറ്റി എന്ന് മനുഷ്യർ ചോദിക്കുന്ന ദിവസമാണത്. സമുദ്രം മുഴുവൻ ആളിക്കത്താൻ തുടങ്ങും. ഭൂമിയിലെ സർവ്വമൃഗങ്ങളും ഒരുമിച്ച് കൂടുകയും അവ അന്താളിച്ചു പോവുകയും ചെയ്യും. കഠിനമായ നാശത്തിന്റെ ദിവസം മുല കൊടുക്കുന്ന മാതാവ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നതാണ്. ആ പ്രകമ്പനം കാരണം ഗർഭവതിയായ സ്ത്രീകൾ ഗർഭത്തിലുള്ളത് പ്രസവിച്ചു പോകുന്നതാണ്. ജനങ്ങളെ അന്ന് മത്തു പിടിച്ചവരായി കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവർ ലഹരി ബാധിച്ചവരായിരിക്കുകയില്ല. ആ സമയത്തെ പ്രകമ്പനം അവരെ ലഹരി ബാധിച്ചവരെ പോലെയാക്കി തീർത്തതാണ്. പർവ്വതങ്ങൾ ചലിക്കാൻ തുടങ്ങുന്ന ദിവസം, നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഉതിർന്നു വീഴുന്ന ദിവസം, അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അവരായിരിക്കും ലോകാവസാനത്തിന് സാക്ഷികളാവുക. അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അവരായിരിക്കും
ആ ഘോര ശബ്ദം കേൾക്കുക.